ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പം 19th ഫ്ലോറിന്റെ 8ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് കടന്നാലോ? പിന്നെ ഗൈസ്, ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കയറി കാണണേ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹോസ്റ്റൽ റൂമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ മുത്തശ്ശിയൊക്കെ കണ്ടിട്ട് റൂമിലോട്ട് വരികയാണ്. ഇതേ നേരം ഹീറോയിൻ ചെന്നിട്ട് കൂട്ടാരി പെൺകുട്ടീനെ നോക്കുകയാണ്. ഇതേ നേരം ഈ കൂട്ടാരി പെൺകുട്ടി ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു, ഉണർന്നു കിടക്കായിരുന്നു. എന്നാലുണ്ടല്ലോ ഈ കൂട്ടാരി പെൺകുട്ടി തിരിഞ്ഞു കിടക്കുകയാണ് ഹീറോയിൻ വന്നുകൊണ്ട്. അങ്ങനെ ഈ ഹീറോയിൻ ആണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് അവളുടെ സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന നേരം അവളുടെ ഫോണിലോട്ട് മെസ്സേജ് വരികയാണ് കേട്ടോ. അതായത് ഇനി 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഗെയിമിലോട്ട് കടക്കുമെന്നും പറഞ്ഞിട്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹീറോ ആണെങ്കിൽ ആർക്കോ മെസ്സേജ് അയക്കുകയാണ്. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചോദിക്കത്തില്ലേ, ഇങ്ങനെ ചിപ്പ് വെച്ചിട്ട് നമുക്ക് സ്വപ്നത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, ഗെയിം കളിക്കാൻ പറ്റുമെന്ന് ആർക്കോ മെസ്സേജ് അയക്കത്തില്ലേ. ആ പുള്ളിക്കാരനോട് തന്നെ നമ്മുടെ ഹീറോ മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, ഞാൻ ഇന്ന് ആ ഒരു കമ്പനിയിൽ പോയി, അപ്പോൾ അവര് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പറഞ്ഞ്, പക്ഷേ തലയിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ടില്ല എന്നൊക്കെയാ പറയുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേ നേരം നമ്മുടെ ഹീറോന്റെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനും കൂട്ടുകാരി പെൺകുട്ടിയും ആ ഗെയിമിൽ എണീക്കുകയാണ്. അതുമാത്രമല്ല അവരെല്ലാവരും ഉണ്ട് കേട്ടോ. ആരൊക്കെയാന്ന് മനസ്സിലായോ? അങ്കിളുണ്ട്, കൂട്ടുകാരി പെൺകുട്ടിയുണ്ട്, ഹീറോ ഉണ്ട്, ഹീറോയിൻ ഉണ്ട്, പിന്നെ റൗഡി പയ്യനുണ്ട്, നമ്മുടെ ഫാൻ ബോയ് ഉണ്ട്, പിന്നെ മറ്റേ പുതിയ ക്യാരക്ടർ അസാസിൻ ഗേളും ഉണ്ട്, അസാസിൻ പെൺകുട്ടി. പക്ഷേ ഈ അങ്കിളും റൗഡി പയ്യനും ആ കോൺട്രാക്ട് സൈൻ ചെയ്തോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല കേട്ടോ. ഇതേ നേരം ഈ ഫാൻ ബോയ്ക്ക് നമ്മുടെ അസാസിൻ പെൺകുട്ടീനെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ. ഇതേ നേരം ഫാൻ ബോയ് അസാസിൻ പെണ്ണിനോട് പറയുന്നുണ്ട്, ഈ ഗെയിം ഭയങ്കര ഡേഞ്ചറാണ്, ഒരിക്കലും ഇത് കളിക്കല്, നമ്മൾ മരിച്ചു പോകണമെങ്കിൽ കോമേ പോകുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ നേരം ബാക്കിയുള്ള ആൾക്കാർ ചോദിക്കും, നിന്റെ അടുത്ത് ഇതാരാ പറഞ്ഞതെന്ന്. അപ്പോൾ അവൻ പറയും, എൻ്റെ അടുത്ത് റൗഡി പയ്യനാ പറഞ്ഞത്. എന്നാൽ ഈ റൗഡി പയ്യനാണെങ്കിൽ കാല് മാറും. അവൻ പറയും, ഗെയിം കളിച്ചാൽ അങ്ങനെയൊന്നും ആവത്തില്ല, മറ്റേ എൻ്റെ കൂട്ടുകാരൻ ജീവനോടുണ്ട്, അത് മാത്രമല്ല അമൂൽ പയ്യ എന്തായാലും ഇപ്പോൾ ബോധത്തോടെ തിരിച്ചു വരുമെന്ന് പറയും. അത് മാത്രമല്ല ഈ റൗഡി പയ്യ പറയാണ്, നിന്റെ അച്ഛൻ എനിക്ക് കുറച്ച് പൈസ തരാനുള്ളതുകൊണ്ട് നിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതെന്ന് പറയും. ഇതിനുശേഷം ഈ റൗഡി പയ്യൻ അസാസിൻ പെണ്ണിനോട്, നീ എന്താ മാസ്ക് വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. എന്താ നിനക്ക് പേടിയാണോ നിന്റെ മുഖം കാണിക്കാന്? ഇത് കേട്ടിട്ട് ഈ അസാസിൻ പെൺകുട്ടിയാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കാണ്. അതായത് ഈ അസാസിൻ പെൺകുട്ടി വേറെ ആരുമല്ല, ഇത് നമ്മുടെ ഷോർട്ട് ഹെയർ ആണ് ഹോസ്റ്റലിലുള്ള. ഇനി തൊട്ട് നമുക്ക് അസാസിനെ ഷോർട്ട് ഹെയർ എന്ന് വിളിക്കാം. കാരണം മറ്റേ കാല് വയ്യാത്ത പെൺകുട്ടിയാണ് VR വെച്ച ശേഷം ഈ ഗെയിമിലോട്ട് വരുന്നത് കേട്ടോ. പുള്ളിക്കാരി ഒരു അനിമയുടെ ബുക്ക്, അതായത് മാങ്ക വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ ക്യാരക്ടറാണ് പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതെങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല. അതുമാത്രമല്ല ആ ഫ്ലാഷ് ബാക്കിൽ പുള്ളിക്കാരി കഴിഞ്ഞ എപ്പിസോഡിൽ ഇവരെല്ലാരെയും നിരീക്ഷിക്കുന്നതും, പിന്നെ അവക്ക് ഈ വാൾ എവിടെന്നാ കിട്ടിയെന്ന് അറിയാമോ? അതും ഈ ഗെയിമിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. ഈ ഷോർട്ട് ഹെയർ നമ്മുടെ ഹീറോയെയും ഹീറോയിനെയും ഇവരെല്ലാരെയും ആരും അറിയാതെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിനുശേഷം ഈ ഷോർട്ട് ഹെയർ ആരെയും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. ഇത് കണ്ടപ്പം ഈ ഫാൻ ബോയും അവളുടെ കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ ഒരു ബിൽഡിംഗ് ആണ് കാണിക്കുന്നത്. അവിടെ ഈ മെഴുകുതിരിയൊക്കെ താനെ കത്തുന്നു. അതുമാത്രമല്ല കുറച്ച് ശവപ്പെട്ടിന്ന് ഇവരെ പോലെ, അതായത് ഈ പ്ലേയേഴ്സിനെ പോലെ ഇരിക്കുന്ന ക്ലോൺ സോംബികൾ ഇറങ്ങി വരികയാണ്. ഇതേ നേരം തന്നെ തൊട്ട് മണ്ടേന്ന് കുറെ ശവപ്പെട്ടികൾ തൂക്കിയിട്ടിട്ടില്ലായിരുന്നു. ആ ശവപ്പെട്ടിന്ന് വേറെ കുറെ നോർമൽ സോംബീസ് ഇറങ്ങി വരികയാണ്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ, അങ്കിള്, കൂട്ടാരി പെൺകുട്ടി ഇവര് 4 പേരാണ് ഒരുമിച്ച് വരുന്നത് കേട്ടോ. ഈ റൗഡി പയ്യൻ ഇവരുടെ നിന്ന് തെറ്റി മാറിയെന്ന് തോന്നുന്നു, അറിയില്ല. എന്നാലും അവരൊരു വർക്ക്ഷോപ്പിന്റെ മുമ്പിൽ വരികയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടെ ആ വർക്ക്ഷോപ്പിലോട്ട് കയറുന്ന നേരം ഈ പെൺകുട്ടിയുടെ, അതായത് ഈ കൂട്ടാരി പെൺകുട്ടിയുടെ തലേന്ന് ഒരു ഹെയർ ക്ലിപ്പ് തറയിൽ പോവാണ് കേട്ടോ. അത് ഇവള് ശ്രദ്ധിക്കുന്നുമില്ല. അങ്ങനെ അവര് വർക്ക്ഷോപ്പിൽ കയറിയിട്ട് തപ്പുകയാണ്, എന്തേലും ആയുധമൊക്കെ കിട്ടുമോ, ഇനി സോംബി വന്ന് അടിച്ചു കൊല്ലണ്ടേ, അതുകൊണ്ട് തപ്പുകയാണ്. ഇതേ നേരം നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ചെറിയ ചെറിയ കത്തികൾ കിട്ടുന്നുണ്ട്. ഈ തടി ചെത്തുന്ന കത്തി ഉണ്ടല്ലേ, ആ കത്തി. അത് മാത്രമല്ല നമ്മുടെ ഹീറോയിന് ഒരു വിസിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ അത് അവളുടെ അടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനെ കാണിക്കുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ വേറൊരു ബിൽഡിങ്ങിൽ കയറിയിട്ട് ഡോറ് കുറ്റിയിടാണ്. എന്നിട്ട് സൈഡിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ നിന്ന് നമ്മുടെ ഹീറോയ്ക്കൊക്കെ കിട്ടിയ കണക്കത്ത് ഒരു കത്തി എടുക്കുകയാണ്. ഇതേ നേരം തന്നെ തൊട്ട് സൈഡിൽ കൂടെ കുറെ അധികം സോംബികളാണെങ്കിൽ ഓരോ ബിൽഡിങ്ങിന്റെ ഡോറൊക്കെ പൊളിച്ചുകൊണ്ട് ചാടിത്തുള്ളി പോവാണ്. ഇത് കണ്ടിട്ട് ഇവൻ പേടിക്കുകയാണ് കേട്ടോ. ഇവൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇവൻ ഒന്നാമത് ഒറ്റയ്ക്കാണ്, അവരുടെ കൂടെ പോലും അല്ല. അടുത്ത സീനിൽ നമ്മുടെ ഷോർട്ട് ഹെയറിനെ പിന്നെ ഫാൻ ബോയ് ആണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും ഒരു സ്ഥലത്തൂടെ നടന്നു പോകുന്ന നേരം മറ്റേ ക്ലോൺ സോംബി ഇല്ലേ, അതായത് ഈ ഫാൻ ബോയുടെയും ഷോർട്ട് ഹെയറിന്റെയും ക്ലോൺ സോംബി അവരുടെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഫാൻ ബോയ് ഒന്നും നോക്കില്ല, ഈ ഷോർട്ട് ഹെയറിന്റെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ ഓടുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഹീറോന്റെ ഗ്രൂപ്പിനെ കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ വർക്ക്ഷോപ്പിന്റെ മണ്ടയിൽ ഒളിച്ചിരിക്കുമായിരിക്കും. ഇതേ നേരം തന്നെ ബാക്കി 4 ക്ലോൺ സോംബീസ്, അതായത് ഹീറോന്റെ സോംബി, ഹീറോയിന്റെ സോംബി, അങ്കിളിന്റെ സോംബി, പിന്നെ കൂട്ടുകാരിയുടെ സോംബി, ഇവര് വന്നിട്ട് ആ ഹെയർ ക്ലിപ്പ് എടുക്കുകയാണ് കേട്ടോ. അതായത് ഈ സോംബികൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് ഈ ഹീറോയും കൂട്ടരും മണ്ടയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരിക്കും. അവരെ നോക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി ഇത് സാധാ സോംബികളല്ല, അവർക്ക് ബോധം ഉണ്ടെന്ന് മനസ്സിലാവും. ഇതേ നേരം നമ്മുടെ റൗഡി പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ പേടിച്ച് ഒരു കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഇതേ നേരം അങ്ങോട്ട് കുറെ സോംബികൾ വരികയാണ്, അതായത് സാധാരണ സോംബികൾ.
ആ സോംബികൾ വന്നിട്ട് ഇവനെ അവിടെ എല്ലാം പരതുകയാണ്, എന്നാലും ഇവനെ കിട്ടുന്നില്ല. അങ്ങനെ അവൻ ഒളിച്ച് കട്ടിലിന്റെ അടിയിൽ ഇരിക്കുന്ന നേരം ആ ക്ലോൺ സോംബി ഇല്ലേ, റൗഡി പയ്യന്റെ ക്ലോൺ സോംബി ഇവന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ സോംബി ആണെങ്കിലുണ്ടല്ലോ ഇവനെ ഒന്നും ചെയ്യുന്നില്ല. അതാണെങ്കിൽ മറ്റേ അടിമയെ പോലെ അവന്റെ മുമ്പിൽ കുമ്പിട്ടൊക്കെ കാണിക്കുകയാണ്. പക്ഷെ ഈ പൊട്ടന് മനസ്സിലായില്ല അത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നെന്ന്. അവനാണെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് അതിനെ വീശി കാണിക്കുകയാണ്. ഇതേ നേരം ആ സോംബി ആണെങ്കിൽ അവന് പോവാനായിട്ട് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ ഹീറോയിൻ കൂട്ടരാണ് കേട്ടോ കാണിക്കുന്നത്. അവർ ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ ഒളിച്ചിരിക്കുന്ന നേരം കുറെ അധികം സോംബികൾ അങ്ങോട്ട് ഇരച്ചു വരുവാണ്. എന്നിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ ഈ ഹീറോ ഈ സോംബികളായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നാലുണ്ടല്ലോ ഈ അങ്കിളാണെങ്കിൽ ബാക്കി 2 പെൺപിള്ളേരെയും പിടിച്ചോണ്ട് വേറൊരു സ്ഥലത്തോട്ട് ഓടിപ്പോവാണ്. എന്നിട്ട് ഇവരെ റൂമിലിട്ട് പൂട്ടാൻ നിൽക്കുന്ന നേരം ഈ അങ്കിളിനെ അകത്താക്കിയിട്ട് കൂട്ടുകാരി പെൺകുട്ടീനെ അകത്താക്കിയിട്ട് ഈ ഹീറോയിൻ ആണെങ്കിൽ അവരെ ഇട്ട് പൂട്ടുകയാണ്. എന്നിട്ട് ഈ ഹീറോയിന്റെ അടുത്ത് തിരിച്ചു വരുവാണ്. ഇതേ നേരം തന്നെ ഒരു സോംബി ഈ ഹീറോനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തറയെ കിടത്തിയിരിക്കുകയാണ്. ഇത് ഹീറോയിൻ കണ്ടിട്ട് ഒരു കാലം എടുത്തിട്ട് അതിന്റെ തലക്കിട്ട് അടിക്കുകയാണ്. ഇതേ നേരം തന്നെ ആ സോംബി സൈഡിൽ മറിഞ്ഞു വന്നിട്ട് ഈ ഹീറോയിനും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ അങ്കിളിനെയും പെൺകുട്ടിയാണ് കേട്ടോ കാണിക്കുന്നത്, കൂട്ടുകാരി പെൺകുട്ടീനെ. അവരാണെങ്കിൽ ആ റൂമിൽ ഒറ്റയ്ക്കല്ലേ. അപ്പൊ ഈ അങ്കിള് പറയും നീ എന്തുവാ ഹീറോയിനെ ഓർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണോ എന്ന് ചോദിക്കും. ഇതേ നേരം ഈ പെൺകുട്ടി പറയും എനിക്ക് നേരത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അവളുടെ കൂടെ ആൾക്കാരില്ലേ, എന്നെ വേണ്ടാന്ന് പറയും. ഇതേ നേരം അങ്കിളിന് കാര്യം മനസ്സിലാവും. പുള്ളിക്കാരിക്ക് മറ്റേ ഹീറോയിനോട് കൂട്ടുകൂടുന്നതുകൊണ്ടുള്ള വിഷമമാണ്. അതായത് ആ വിഷമമല്ല, ഈ ഹീറോ കൂട്ടുകൂടുന്ന സമയത്ത് ഈ ഹീറോയിൻ എവളെ മൈൻഡ് ചെയ്യുമെന്നുള്ള ഒരു പേടിയില്ലേ, അതാണ്. അപ്പൊ അങ്കിൾ അവൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ എവളെ ലിഫ്റ്റിലിട്ട് അടച്ചില്ലായിരുന്നു, അത് വേറൊന്നും കൊണ്ടല്ല, പുറത്ത് ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു, നീ പുറത്ത് നിന്നിട്ട് കാര്യമില്ല, ആ സോംബികൾ നിന്നെ എന്തായാലും കൊല്ലുമെന്ന് പറയും. അതുകൊണ്ടാണ് ഹീറോയിൻ നിന്നെ ശവപ്പെട്ടിയിലിട്ട് അടച്ചതും നിന്നെ പ്രൊട്ടക്ട് ചെയ്തതെന്നും പറയും. എന്നാൽ ഈ കൂട്ടുകാരി പെൺകുട്ടി പറയും അതുകൊണ്ടാ ചെയ്തതെന്നെങ്കിലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞുകൂടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിണങ്ങത്തില്ലായിരുന്നെന്ന് പറയും. ഇതിനുശേഷം നമ്മുടെ ഹീറോയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഹീറോയിനും കൂടെ ഒരു നദിക്കരയിൽ ഇരിക്കുകയാണ്. ഈ ഹീറോ ഫൈറ്റ് ചെയ്യുന്ന നേരം അവന്റെ കയ്യിൽ മൊത്തം മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ട് അവരൊരു നദിക്കരയിൽ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ അങ്കിളിനെയും പെൺകുട്ടീനെയും കാണിക്കുകയാണ്. അവരാണെങ്കിൽ ആ റൂമിൽ ഇരിക്കുകയല്ലായിരുന്നു. ഇതേ നേരം ഡോറ് വന്ന് ആരോ തുറക്കുകയാണ്. അപ്പൊ അത് ആരാന്ന് നോക്കുമ്പോഴാണ് അത് സോംബികളാണ് കേട്ടോ. ആ സോംബികളുടെ കയ്യിൽ നമ്മുടെ ഹീറോയിൻ പെൺകുട്ടിയുടെ ഹെയർ ക്ലിപ്പും ഉണ്ട്. പക്ഷെ ഈ സോംബികള് ഇവരൊന്നും ചെയ്യുന്നില്ല, അതെന്താന്ന് അറിയാനും വയ്യ. അങ്ങനെ ഇത് കണ്ട് പേടിച്ചിട്ടാണെങ്കിൽ അവരവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനെ കാണിക്കുകയാണ് കേട്ടോ. ഈ റൗഡി പയ്യന്റെ പിറകെ മറ്റേ ക്ലോൺ സോംബി ഉണ്ട്, അതായത് അവന്റെ ക്ലോൺ സോംബി തന്നെ അവന്റെ പിറകെ ഉണ്ട്. പക്ഷെ അവൻ പേടിച്ചിട്ടാണെങ്കിൽ ഓടിപ്പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫാൻ ബോയെയും പിന്നെ ഷോർട്ട് ഹെയറിനെയാണ്. അവരാണെങ്കിൽ അവിടെ ചുമ്മാ കിടന്ന് ഓടുകയാണ്. ഇവന് ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന നേരം അവൻ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് കേട്ടോ. അവൻ അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു, എന്നാലും ഇഷ്ടമാണ് അവൾക്ക്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. അത് അവളുടെ കണ്ണിൽ കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെ മറ്റേ ക്ലോൺ സോംബി, അതായത് ഫാൻ ബോയുടെയും ഷോർട്ട് ഹെയറിന്റെയും ക്ലോൺ സോംബി ഇവരുടെ പിറകെ ഉണ്ട്. അങ്ങനെ ഈ പയ്യനാണെങ്കിൽ ഇവളുടെ കൈ പിടിച്ചുകൊണ്ടല്ലായിരുന്നു ഓടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്ന നേരം ഇവനാണെങ്കിൽ ആ സോംബികൾ വരുന്നത് നോക്കുകയാണ്. ഇതേ നേരം തൊട്ട് ഫ്രണ്ടിൽ മറ്റേ എവന്റെ ക്ലോൺ സോംബി ഉണ്ട്. അങ്ങനെ എവനാണെങ്കിൽ പെട്ടെന്ന് കയറി ഈ ഷോർട്ട് ഹെയറിന്റെ കയ്യിൽ പിടിക്കുകയാണ്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന നേരത്തെ അത് ഷോർട്ട് ഹെയർ അല്ല, അത് ഷോർട്ട് ഹെയറിന്റെ ക്ലോൺ സോംബിയാണ്. ഇത് കണ്ടിട്ട് അവൻ അലറി വിളിക്കുകയാണ്. തൊട്ട് ഫ്രണ്ടിൽ മറ്റേ ഷോർട്ട് ഹെയർ ഉണ്ട് കേട്ടോ. ഷോർട്ട് ഹെയർ തൊട്ട് ഫ്രണ്ടിൽ ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. ഇതേ നേരം നമ്മുടെ ഹീറോയിനും അവിടെ മുറിവ് കെട്ടുകയല്ലായിരുന്നോ. അപ്പം എവന്റെ അലർച്ച അവർ കേൾക്കുകയാണ്. എന്നിട്ട് ഈ അലർച്ച കേട്ടെടുത്തോട്ട് ഈ ഹീറോയിനും വരുവാണ്. ഇതേ നേരം നമ്മുടെ റൗഡി പയ്യനും അങ്കിളും കൂട്ടുകാരി പെൺകുട്ടിയും ഇവരെല്ലാരും ഒന്നിച്ച് ചേരുകയാണ്. പിന്നെ ഫാൻ ബോയും ഷോർട്ട് ഹെയറും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനും ഈ വഴിക്കാന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ഥലത്തോട്ട് വിളിച്ചോണ്ട് പോവാണ്. അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ട് ഒരു ബിൽഡിങ്ങിൽ കയറ്റുകയാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരും ആ ബിൽഡിങ്ങിൽ കയറിയിട്ട് ഡോർ അടയ്ക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ സോംബികളാണെങ്കിൽ അവരെ വെറുതെ ഒന്നും വിടുന്നില്ല, അവരും തൊട്ട് പിറകെ ഉണ്ട്. എന്നിട്ട് അവർ ഡോറിലിട്ട് കൊട്ടുകയാണ്. എന്നാലും എന്തായിരിക്കും ഈ ക്ലോൺ സോംബികൾ അവരൊന്നും ചെയ്യാത്തത്. പക്ഷെ നോർമൽ സോംബികൾ ഇവരെ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നേരം അവർക്ക് അവിടെ അങ്ങനെ കുറെ നേരമൊന്നും ആ ഡോറ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ എന്തോ ഒരു പേപ്പർ, ഒരു തുണി പേപ്പറാണ് കേട്ടോ, പണ്ടത്തെ ആൾക്കാർ എഴുതി വെച്ച് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹീറോയും അങ്ങോട്ട് ചെന്ന് നോക്കുകയാണ്. പക്ഷെ അതെന്തോന്ന് നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ എല്ലാ സോംബികളുടെ ഡോറ് അടിച്ചു പൊളിച്ചിട്ട് അകത്ത് വന്ന് വീഴാണ്. ഇത് കണ്ട് പേടിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ പുറത്തോട്ടിറങ്ങി ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഓടിയിട്ട് ഇവർ വേറൊരു ബിൽഡിങ്ങിന്റെ സെക്കൻഡ് ഫ്ലോറിൽ ടോപ്പിൽ വന്നിരിക്കുകയാണ് പേടിച്ചിട്ട്. ഇതേ നേരം നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടി പറയും നമ്മുടെ ഹീറോയിനെ കാണാനില്ലെന്ന്. അപ്പോഴാണ് ഇവരെല്ലാവരും ഓർക്കുന്നത് നമ്മുടെ ഹീറോയിനെ കാണാനില്ലെന്ന്. അത് മാത്രമല്ല തൊട്ട് സൈഡിൽ തന്നെ ഒരു ശബ്ദം കേൾക്കും, ഒരു വിസിലിന്റെ ശബ്ദം. അപ്പൊ അതാരാന്ന് മനസ്സിലായോ? ആർക്കായിരിക്കും വിസിൽ കളഞ്ഞു കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ഹീറോയിൻ അല്ലായിരുന്നു വിസിൽ കളഞ്ഞു കിട്ടിയിട്ടുള്ളത്. ആ വിസിലിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് ഈ സോംബീനെ വിസിലടിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മറ്റേ ആ പേപ്പറിനകത്ത്, ആ പേപ്പർ തുണിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ ഹീറോയിൻ നോക്കിയത്. അങ്ങനെ ഈ ഹീറോയിൻ ആണെങ്കിൽ വിസിലടിച്ചിട്ട് സോംബികളെല്ലാരും കൂടെ ഒരു ഡയറക്ഷനിലോട്ട് കൊണ്ടുവരാണ്. വിസിലടിക്കും ഓടും, വിസിൽ
ബെല്ലടിക്കും, ഓടും. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവളുടെ കയ്യിൽ വലിയൊരു കൊടുവാളുണ്ട്. കൊടുവാൾ അല്ലെങ്കിൽ ഒരു കത്തി, ഞങ്ങളുടെ അവിടെ കൊടുവാൾ എന്നൊക്കെയാ പറയുന്നത്. വേറെ സ്ഥലത്ത് വേറെ വേറെ ആയിരിക്കുമല്ലേ പറയുന്നത്. മനസ്സിലാവാൻ വേണ്ടി കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലയിടത്ത് വാക്കത്തി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പം ഇത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത് കേട്ടോ. എന്നാ പിന്നെ ഓക്കെ, ബൈ.